Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ കുട്ടികളെ, നമ്മുടെ പുതിയൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡ് എക്സാം ചോദ്യമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിച്ചു വായിക്കാം. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറി കോയിലിൽ 1000 ചുറ്റുകളും സെക്കൻഡറി കോയിലിൽ 500 ചുറ്റുകളും ഉണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ട് ആണ്. തന്നിരിക്കുന്ന ഈ വിവരങ്ങൾ എപ്പോഴും ആദ്യം തന്നെ എടുത്തെഴുതാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആദ്യത്തെ ഉപചോദ്യം ഇതാണ്: സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? അതായത് Vs ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഉപചോദ്യത്തിലേക്ക് കടക്കാം. ഇൻപുട്ട് കറന്റ് 5 ആമ്പിയർ ആകുമ്പോൾ ട്രാൻസ്ഫോർമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയായിരിക്കും? ഇവിടെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സെക്കൻഡറി വോൾട്ടേജ് കണ്ടെത്താൻ നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ അടിസ്ഥാന സമവാക്യം ഉപയോഗിക്കാം. വോൾട്ടേജുകളുടെ അനുപാതം എപ്പോഴും ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതത്തിന് തുല്യമായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് Vs/Vp = Ns/Np എന്ന് എഴുതാം. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള വിലകൾ ഈ സമവാക്യത്തിൽ നൽകാം. അപ്പോൾ Vs = 120 ഗുണിക്കണം 500 ഹരിക്കണം 1000 എന്ന് കിട്ടും. പ്രൈമറി വോൾട്ടേജ് ആയ 120നെ നമ്മൾ വലതുഭാഗത്തേക്ക് മാറ്റിയത് ശ്രദ്ധിക്കുക. വളരെ ലളിതമായ ഈ കണക്ക് ചെയ്തു നോക്കാം. 1000ൽ 500 രണ്ടു തവണ പോകും. 120നെ 2 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരം ലഭിക്കും. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് Vs 60 വോൾട്ട് ആണ്. വളരെ എളുപ്പമല്ലേ? ചോദ്യത്തിലെ ഐഡിയൽ ട്രാൻസ്ഫോർമർ എന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് ഓർക്കുക. അതായത് ഇൻപുട്ട് പവർ എപ്പോഴും ഔട്ട്പുട്ട് പവറിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് പവറും ലഭിക്കും. ഇൻപുട്ട് പവർ എന്നത് പ്രൈമറി വോൾട്ടേജിന്റെയും പ്രൈമറി കറന്റിന്റെയും ഗുണനഫലമാണ്. നമുക്ക് വിലകൾ നൽകാം. പ്രൈമറി വോൾട്ടേജ് 120ഉം ഇൻപുട്ട് കറന്റ് 5ഉമാണ്. അതായത് 120 ഗുണിക്കണം 5 = 600 വാട്ട്. ഇൻപുട്ട് പവർ 600 വാട്ട് ആയതുകൊണ്ട് തീർച്ചയായും ഔട്ട്പുട്ട് പവറും 600 വാട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. ഈ ചോദ്യത്തിന് പകരമായി നൽകിയിട്ടുള്ള ഓർ ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ ചോദ്യം. ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് 110 വോൾട്ടുമാണ്. ഇൻപുട്ട് കറന്റ് 2 ആമ്പിയർ ആണെങ്കിൽ ഇതിലെ ആദ്യത്തെ ഉപചോദ്യം ഔട്ട്പുട്ട് കറന്റ് കണക്കാക്കുക എന്നതാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഭാഗം ബി നോക്കാം. പ്രൈമറി, സെക്കൻഡറി കോയിലുകളിലെ ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം അഥവാ റേഷ്യോ ആണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. അവസാനമായി ഇതിലെ ഏറ്റവും രസകരമായ ചോദ്യം ഭാഗം സി. 110 വോൾട്ട് 500 വാട്ട് പവർ ഉള്ള ഒരു വൈദ്യുതോപകരണം ഈ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറിയിൽ ഘടിപ്പിച്ചു പ്രവർത്തിപ്പിച്ചാൽ അതിന് ആവശ്യമായ പവർ ലഭിക്കുമോ? കാരണം വിശദമാക്കുക. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോർമറാണ്. അതുകൊണ്ട് ഇൻപുട്ട് പവർ എന്നത് ഔട്ട്പുട്ട് പവറിന് തുല്യമായിരിക്കും. ഈ സമവാക്യത്തെ നമുക്ക് ഇങ്ങനെ മാറ്റിയെഴുതാം: പ്രൈമറി വോൾട്ടേജ് ഗുണിക്കണം പ്രൈമറി കറന്റ് = സെക്കൻഡറി വോൾട്ടേജ് ഗുണിക്കണം സെക്കൻഡറി കറന്റ്. അതായത് Vp ഗുണിക്കണം Ip = Vs ഗുണിക്കണം Is. ഇനി നമുക്ക് തന്നിരിക്കുന്ന വിലകൾ ഇതിൽ നൽകാം. 220 ഗുണിക്കണം 2 = 110 ഗുണിക്കണം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഔട്ട്പുട്ട് കറന്റ് Is. Is കണ്ടുപിടിക്കാൻ 110നെ മാറ്റണം. 220 ഗുണിക്കണം 2 440 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് കറന്റ് Is = 440 ഹരിക്കണം 110 നമുക്ക് കൃത്യം 4 ആമ്പിയർ എന്ന് ലഭിക്കും. വളരെ എളുപ്പം. ഇനി ഭാഗം ബി. ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കാണാൻ. ട്രാൻസ്ഫോർമർ നിയമപ്രകാരം ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതമായ Np/Ns എന്നത് വോൾട്ടേജുകളുടെ അനുപാതമായ Vp/Vsന് തുല്യമായിരിക്കും.
നമുക്കറിയാവുന്ന വോൾട്ടേജ് വിലകൾ ഇതിൽ നൽകിയാൽ 220 ഹരിക്കണം 110 എന്ന് കിട്ടും. ഇതൊന്ന് ലഘൂകരിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് 2:1 എന്ന അനുപാതം ലഭിക്കും. ഇതാണ് ഉത്തരം. ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മുടെ ട്രാൻസ്ഫോർമറിന് പരമാവധി എത്ര പവർ നൽകാൻ കഴിയും എന്ന് പരിശോധിക്കണം. ലഭ്യമായ ഔട്ട്പുട്ട് പവർ കാണാനായി ലഭ്യമാകുന്ന പവർ സമം സെക്കൻഡറി വോൾട്ടേജിനെ സെക്കൻഡറി കറന്റ് കൊണ്ട് ഗുണിക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതനുസരിച്ച് Vs 110 Is 4 110നെ 4 കൊണ്ട് ഗുണിച്ചാൽ പരമാവധി 440 വാട്ട് പവർ മാത്രമാണ് ഈ ട്രാൻസ്ഫോർമറിന് നൽകാൻ കഴിയുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണത്തിന് പ്രവർത്തിക്കാൻ 500 വാട്ട് ആവശ്യമാണ്. എന്നാൽ ഈ ട്രാൻസ്ഫോർമറിന് 440 വാട്ട് മാത്രമേ നൽകാൻ കഴിയൂ എന്നതുകൊണ്ട് ഉപകരണത്തിന് ആവശ്യമായ പവർ ഇവിടെ ലഭിക്കില്ല എന്ന് വ്യക്തമാണ്. അങ്ങനെ ഐഡിയൽ ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട ഈ വലിയ ചോദ്യം നമ്മൾ പൂർണ്ണമായും സോൾവ് ചെയ്തു കഴിഞ്ഞു. നന്നായി പരിശീലിക്കുക. കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.